ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ഭാഗ്യവചനധാരയിൽ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചന ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയുമരുതേ. സങ്കീർത്തനം 38:1. പാപബോധവും പശ്ചാത്താപവും 38-ാം സങ്കീർത്തനത്തിൽ ഉടനീളം കാണാവുന്ന വാക്യങ്ങളാണ്. പാശ്ചാത്യ സഭയിൽ വലിയ നോയമ്പ് ആരംഭിക്കുന്ന ചാമ്പൽ ബുധനാഴ്ച അഥവാ ആഷ് വെനസ്ഡേ പശ്ചാത്താപ ചിന്തയുണർത്തുന്ന ഈ സങ്കീർത്തനം ഉപയോഗിക്കുന്നു. ഒരു എബ്രായ കവി നൽകുന്ന ധർമ്മോപദേശം, കോപിച്ചാലും നിങ്ങൾ പാപം ചെയ്യരുത്. അത് വെളിപ്പെടുത്തുന്നത് കോപം മനുഷ്യസഹജമായ ഒരു വികാരമെന്നാണ്. വ്യക്തികളിൽ അതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമെന്നേ ഉള്ളൂ. കോപം നമ്മെ പാപകരമായ കർമ്മത്തിലേക്കും സാഹസികതയിലേക്കും നയിക്കാൻ ഇടയുണ്ട്. ക്ഷിപ്രകോപി ബുദ്ധിഹീനനായി പ്രവർത്തിക്കുന്നു എന്നും കോപം ഭോഷന്റെ മടിയിൽ വിശ്രമിക്കുന്നു എന്നുമാണ് ജ്ഞാനവാക്യം. മാരകമായ 7 പാപങ്ങളിൽ ഒന്നായിട്ടാണ് ധർമ്മമീമാംസകൾ കോപത്തെ നിർവചിക്കുന്നത്. ദൈവത്തിന്റെ കോപം നിമിത്തമാണ് തനിക്ക് രോഗവും മറ്റനർത്ഥങ്ങളും സംഭവിക്കുന്നത് എന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത്. പഴയ നിയമത്തിൽ പാപവും കഷ്ടതയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. രോഗത്തിന്റെ കാരണം അപരാധങ്ങൾ നിമിത്തം ദൈവം പ്രതികരിക്കുന്നതാണ്. അത് ദൈവത്തിന്റെ ശാസനയും ശിക്ഷണവുമാണ്. കോപാവേശത്തിന് പല ന്യായീകരണങ്ങളും നാം കണ്ടെത്താറുണ്ട്. പല ഭക്തരായ വ്യക്തികളും കോപിഷ്ഠരാകുന്നുവെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഭാരതീയ പുരാണങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ദുർവാസാവെന്ന മുനിശ്രേഷ്ഠൻ ക്ഷിപ്രകോപിയായിരുന്നു. സ്നേഹമൂർത്തിയായ ക്രിസ്തുദേവൻ പോലും ഒരിക്കൽ ദേവാലയത്തിൽ കോപിഷ്ഠനായി വർത്തിച്ചു. പക്ഷേ അത്തരം കോപത്തിന് ധർമ്മരോക്ഷം എന്നാണ് പറയുക. അനീതിയും അന്യായത്തിനും അക്രമത്തിനും എതിരായി ജ്വലിക്കുന്ന പ്രതികരണമാണിത്. ധർമ്മിഷ്ഠരായ ആരിലും പ്രകടമാകേണ്ട ഒന്ന്, അത് പാപമെന്ന് നിർവചിക്കാനാവില്ല. ഇവിടെ സങ്കീർത്തനക്കാരന് ദൈവത്തിന്റെ ക്രോധം തന്റെ മേൽ പതിച്ചപ്പോൾ വളരെ കഷ്ടതയും വേദനയും സഹിക്കേണ്ടി വന്നു. ആരോഗ്യത്തിന് ഹാനി ഭവിച്ചു. അകൃത്യഭാരം തലയ്ക്ക് മീതെ ദുർവഹമായി. താൻ ആകെ തകർന്നു. രാവും പകലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. സ്നേഹിതരും വിട്ടുമാറിയിരിക്കുന്നു. ശത്രുക്കൾ തന്റെ ദുസ്ഥിതി സന്തോഷിക്കുകയും തനിക്കെതിരായി അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയുമാണ്. എന്നാൽ താൻ മൗനം പാലിച്ചു. തന്റെ പ്രത്യാശയും ശരണവും ദൈവം മാത്രമാണ്. അതുകൊണ്ട് ദൈവസമക്ഷം തന്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. തന്റെ അകൃത്യത്തെക്കുറിച്ച് ആഴമായ പശ്ചാത്താപവുമുണ്ട്. അവസാനമായി പ്രാർത്ഥിക്കുന്നത്, എന്റെ രക്ഷയാകുന്ന ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ എന്നാണ്. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ശണ്ടയിട്ട് അന്യോന്യം കുറ്റപ്പെടുത്തി നിൽക്കുകയാണ്. ഭർത്താവ് അരിശം മുത്ത് ഭാര്യയ്ക്ക് നേരെ ആക്രോശിക്കുന്നു. ഭാര്യ ഒട്ടും വിട്ടുകൊടുക്കുന്ന കൂട്ടത്തിലുമല്ല. ഭാര്യ കാലുതുള്ളി അവരും എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. അപ്പോൾ ഒരു പുരോഹിതൻ അവിടെ കടന്നു വരുന്നു. ഇരുവരും സഡൻ ബ്രേക്ക് ഇടുന്നത് പോലെ വഴക്ക് നിർത്തി. വളരെ സൗമ്യ സ്വരത്തിലും വിനയഭാവത്തിലും മാന്യമായി അതിഥിയെ സ്വീകരിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ അവർ ശാന്തമായും സന്തോഷമായും വർത്തിച്ചു. പതഞ്ഞു പൊങ്ങിയ കോപാഗ്നി എത്ര വേഗമാണ് ശമിച്ച് സമാധാനമായത്. പുരോഹിതനെ ഉപചരിച്ച് അയച്ച ശേഷം ഇരുവരും മൗനവ്രതത്തിലായി. ഈ സംഭവം വെളിപ്പെടുത്തുന്നത് കോപം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തന്നെയാണ്. കോപിഷ്ഠരാകേണ്ട എന്ന് നാം തീരുമാനിച്ചാൽ അത് നമുക്ക് സാധിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ കോപം പലപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നും തെറ്റിദ്ധാരണകളിൽ നിന്നും ഉയരുന്നവയാണ്. അവ ചിലപ്പോൾ കൊലപാതകങ്ങൾക്ക് വരെ കാരണമാകാം. എപ്രകാരം കോപത്തെ അതിജീവിക്കാം, കോപത്തെ ജയിക്കുക എന്നതിനേക്കാൾ ക്ഷമയും സൗമ്യതയും ജീവിതത്തിൽ വളർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട പ്രാർത്ഥന ഇതായിരിക്കട്ടെ: എൻ്റെ രക്ഷയായ ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. പുതുവർഷത്തിൽ ഒരിക്കൽ കൂടി വചന ശുശ്രൂഷ നടത്താൻ സാധിച്ചതിൽ ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. നമ്മുടെ കോപത്തെ ഒതുക്കി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.